ഹേ ഗായ്സ് അങ്ങനെ ഈസ്തറ്റിക് വൈബുകൾ തേടി നമ്മൾ കുറേ നേരം നടന്നു. അങ്ങനെ നടന്ന് നമ്മൾ മൂന്നാം നിലയിലെത്തി. ഇപ്പോൾ അതേമാതിരി ഒരു കൂട് നാലാം നിലയ്ക്കുള്ളതാണ്. ഇതിനുള്ളിൽ കയറിയിട്ടുള്ള ഒരുത്തൻ നമ്മളോട് ഒരിക്കലും കയറാൻ പറ്റില്ല. പക്ഷേ എത്ര ആൾക്കാർ നമ്മളോട് കയറേണ്ട പറഞ്ഞിട്ട് നമ്മൾ കയറി. കാരണം എന്താ ഈ ചില്ലറ പുറപ്പാടനല്ല, കുറച്ച് ഇടങ്ങാറാവണം. പിന്നെ കയറിനേക്കാൾ ഇടങ്ങാറ് ഇറങ്ങാനാണ്. ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കയറി. പക്ഷേ ഇത്രയൊക്കെ സഹിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് അവസാനം കാണാനുള്ള ഒരു തേങ്ങിയില്ല എന്നുള്ളതാണ്. സക്സസ്ഫുള്ളി നമ്മൾ അതിൻ്റെ അറ്റം വരെ കംപ്ലീറ്റ് ചെയ്ത് ഒരു തേങ്ങയും കണ്ടില്ല. പക്ഷേ നമ്മൾ മാത്രം മൂഞ്ചാൽ പോരാന്നുള്ളത് നമ്മൾ എല്ലാവരും ഉള്ളിൽ വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വലിയ കയറി ശാരീരികയുടെ പ്രശ്നമാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഒപ്പം നമ്മൾ മോട്ടറാക്കണുണ്ട്. അങ്ങനെ എന്തായാലും അതിൻ്റെ അറ്റം വരെ പോയി കണ്ടത് ഇതാണ്. ഈ ബൾബും ഇതിന്റെ 4 വർഷം കാഴ്ചകളും. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ആരൊക്കെ വാസങ്ങളും വരവുകളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ മൊബൈൽ സ്റ്റാൻഡ് കണ്ടപ്പോൾ മനസ്സിലായി. കൂടുതൽ അവിടെ നിന്ന് കാണാനില്ലാന്നുള്ളത് നമ്മളവിടെ മെല്ലെ സ്കൂട്ടാവാണ്. പക്ഷേ വിചാരിച്ചതിനൊക്കെ ഇറങ്ങാൻ ടൈമിൽ നിന്ന് ഇറങ്ങാൻ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടതിൽ നിന്ന് എങ്ങനെയൊക്കെ പാടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പള്ളിയിലേക്ക് കാണാൻ മനോഹരമായിട്ടുള്ള സ്ഥലം ഈ മൂന്നാം നിലയാണ്. ഇവിടെയാണ് പിന്നെ പറ്റിയ ആൾക്കാർ പറഞ്ഞ എസ്തെറ്റിക് വൈബുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ കുറേ ഫുട്ടേജുകളും ഷൂട്ട് ചെയ്ത് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ ഫുട്ടേജും നമ്മൾ അവിടെ മെല്ലെ കവർ ചെയ്തു. അങ്ങനെ മുകൾ ഭാഗം മൊത്തം കണ്ടു കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ മെല്ലെ താഴത്തേക്ക് ഇറങ്ങി. ഈ ബാക്കിയുള്ള ഹൗദിന്റെ ഫുട്ടേജ് എടുക്കാനാണ്. അപ്പോൾ നമ്മൾ ആ ഹൗദിൽ കുറേ മീനുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചത്. നേരത്തെ പാച്ചക്കം വീഡിയോ എടുത്ത് ഇതിന്റെ തോന്നുന്നു. താഴത്തേക്ക് ഇറങ്ങി ഓനെ നോക്കിയെങ്കിലും ഓനെ കണ്ടില്ല. അതുകൊണ്ട് ആ ഫുട്ടേജും കിട്ടിയില്ല. നമ്മൾ എന്തായാലും പള്ളിയുടെ പരിസരങ്ങളിലൂടെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഈ കവർ ഉണ്ടത്. പള്ളിയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ആശാരുടെ കവർ അത്രേ. ഇച്ചു അതറിയൊന്നുമില്ല. എന്തായാലും അവിടെ സൈഡിലെത്തിച്ച് വായിച്ചു അത്ര തന്നെ. പിന്നെ പള്ളിയുടെ കാഴ്ചകൾ മൊത്തം കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മെല്ലെ മുട്ടപ്പത്തിനും ബീഫ് തിന്നാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേമസ് ആയ മുട്ടപ്പത്തിനും ബീഫും കിട്ടുന്ന കട. പക്ഷേ അവിടെ ഇപ്പോഴും അലാക്കിന്റെ തിരക്കാണെന്നുള്ളത് നമ്മൾ എല്ലാം അപ്പുറത്തുള്ള കടയൊക്കെയാണ് പോയത്. പിന്നെ അവിടുത്തെ ആ കടക്കുന്ന മുട്ടപ്പത്തിനും വാങ്ങി അവിടുത്തെ കുളത്തിന്റെ ഒക്കെ തിരുന്ന് തിന്നാൻ തുടങ്ങി. അങ്ങനെ തിന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലായത്. ആ ഹൈപ്പിനുള്ള സാധനമൊന്നും ഇല്ല. പിന്നെ കുഴപ്പമില്ല, ഒരു രസം അത്ര തന്നെ. പിന്നെ മുട്ടപ്പത്തിനും ബീഫ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയോടെ പൊന്നാനി കാണാനുള്ള അടുത്ത സ്ഥലം കാണാൻ പോകും.